ഇന്ന് തൻ്റെ ഗുരുവര്യരായ അബ്ദുൽ ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ട്. നേരത്തെ എത്തണം, മുന്നിൽ തന്നെ സ്ഥലം പിടിക്കണം. സജീവമായ ചർച്ചകളിലൂടെ ആ വൈജ്ഞാനിക സാഗരത്തിൽ നിന്ന് മുത്തുകൾ പെറുക്കിയെടുക്കണം. അത് തൻ്റെ ജീവിതത്തിലേക്ക് ഉൾച്ചേർത്ത് വെക്കണം. തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് പകർന്നു കൊടുക്കണം. സമൂഹത്തിന് ഉപകാരപ്രദമായ രൂപത്തിൽ അവകളെ വിനിയോഗിക്കണം. ഇങ്ങനെ 100,000 ചിന്തകളുമായിട്ടായിരിക്കണം മർഹൂം അസ്ലം അഹ്സനി ഉസ്താദ് തൻ്റെ ശിഷ്യൻ്റെ വാഹനത്തിൻ്റെ പുറകിൽ കയറിയത്. ഒരിക്കലും അവിടുന്ന് ചിന്തിച്ചിട്ടില്ല തൻ്റെ ഈ യാത്ര ചെന്നവസാനിക്കുന്നത് 6 അടി മണ്ണിലാണെന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അതായിരുന്നു. അത് നടപ്പിലായി. അള്ളാഹു അവിടുത്തെ ബർസഖി ലോകം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ചെറുപ്പകാലഘട്ടത്തിലെ പ്രയാസങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നു വന്ന വ്യക്തിത്വമാണ് അസ്ലം ഉസ്താദ്. തൻ്റെ മാതാപിതാക്കൾ, കുടുംബാദികളുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ചുറ്റുപാടുകളും പ്രതിരോധങ്ങൾ തീർത്തപ്പോൾ അവകളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് വൈജ്ഞാനിക മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചു. നന്നായിട്ട് അള്ളാഹുവിൻ്റെ ഇൽമിനെ പഠിച്ചു. അതിലൂടെ തന്നെ തൻ്റെ ശിഷ്യഗണങ്ങളിലേക്ക് പകർന്നു കൊടുത്ത് വലിയൊരു സമൂഹത്തെ വാർത്തെടുത്തു. താൻ ഇടപെടുന്നിടത്തെല്ലാം തൻ്റേതായ ഒരു കയ്യൊപ്പ് അസ്ലം ഉസ്താദ് ചാർത്തി കൊടുത്തു. തൻ്റെ ചുറ്റുപാടുകളിൽ താനുമായി ബന്ധപ്പെട്ടവരിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന 1000 ഓർമ്മകൾ. അസ്ലം ഉസ്താദ് 41-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ തൻ്റെ ഗുരുവര്യന്മാർക്ക്, തൻ്റെ സഹപാഠികൾക്ക്, ശിഷ്യഗണങ്ങൾക്ക്, ചുറ്റുപാടുകളിലുള്ള സ്നേഹജനങ്ങൾക്ക് പറയാൻ 1000 നാക്കുകളാണ്. അവിടത്തെക്കുറിച്ച് ഓർമ്മകൾ അയവിറക്കാൻ കണ്ണീരുകൾ ഒലിപ്പിച്ച് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഅദിനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ തന്നെ കുട്ടികളുണ്ട്. അവർക്ക് അസ്ലം ഉസ്താദിനെ കുറിച്ച് പറയാൻ 100,000 വാക്കാണ്. അത്രമാത്രം ശിഷ്യഗണങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച, ഗുരുവര്യന്മാരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച, കുടുംബാദികളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച, നല്ല പുഞ്ചിരിക്കുന്ന വദനവുമായി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന അസ്ലം ഉസ്താദ് അവിടെ നിന്ന് ചെറുപ്പക്കാരിയായി ഭാര്യയെ വിധവയാക്കി, പറക്കമുറ്റാത്ത പിഞ്ചു മക്കളെ യതീമുകളാക്കി ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തെ ഏറ്റെടുക്കേണ്ട ബാധ്യത, അവരെ സമാധാനിപ്പിക്കേണ്ട, അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴികളെ വെട്ടിത്തെളിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അള്ളാഹു ആ കുടുംബത്തിന് വലിയ ക്ഷമയും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്ന കാലഘട്ടത്തിലെ ബദർ സാദാത്ത് ഖലീൽ തങ്ങൾ ഉപ്പാപ്പയോട് ആത്മീയ ബന്ധം സ്ഥാപിച്ച് മഅദിനിൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും ആ ജൈത്യയാത്രയുടെ ഓരോ ഏടുകളും തൻ്റെ ശേഖരത്തിലേക്ക്, സൂക്ഷിപ്പ് സ്വത്തിലേക്ക് ശേഖരിച്ച് വെച്ച് അസ്ലം ഉസ്താദ് വിപ്ലവങ്ങൾ തീർത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അസ്ലം ഉസ്താദിൻ്റെ മരണത്തോടെ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുന്നേ അവിടുത്തെ സ്നേഹജനങ്ങൾക്ക് അവകൾ ലഭ്യമായ വിജ്ഞാനങ്ങളാണ്. ഏതായാലും അസ്ലം ഉസ്താദിൻ്റെ വിയോഗം നമ്മളോട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ പതറാതെ നമ്മുടെ ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള മുന്നോട്ടുള്ള ഗമനം അത് നടത്തിയേ പറ്റൂ. പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുകയും അങ്ങനെ ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയും വേണമെന്ന് അസ്ലം ഉസ്താദ് അങ്ങനെ നേടിയെടുത്തതാണ് ഈ വിജയങ്ങളും ഈ ഓർമ്മകളുമൊക്കെ. മറ്റൊന്ന്, അസ്ലം ഉസ്താദ് നമ്മളോട് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഈ ലോകത്തോട് യാത്ര പറയാം. നനച്ചിരിക്കാത്ത സമയങ്ങളിൽ മരണം നമ്മിലേക്ക് വരാം. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പോകാം എന്ന ചിന്തയിൽ വേണം നമ്മുടെ ഓരോ നടത്തവും ഇരുത്തവും ചലനങ്ങളും നിശ്ചലനങ്ങളും എന്ന്. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതം വിജയകരമാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ജീവിച്ചതുകൊണ്ടായിരിക്കണം അസ്ലം ഉസ്താദിൻ്റെ അവസാന ഘട്ടം അള്ളാഹുവിലേക്കുള്ള മടക്കയാത്ര. ആ യാത്രയിലെ അവിടത്തേക്ക് മയ്യത്ത് നിസ്കരിക്കാൻ നേതൃത്വം കൊടുക്കാൻ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന് അള്ളാഹു തയ്യാർ ചെയ്തത്. അന്യരായ റഈസുൽ ഉലമ, ലോകത്ത് തന്നെ അറിയപ്പെട്ട ഈ മഹത്തുക്കളായ ആലിമ്യങ്ങളെ കൊണ്ട് അള്ളാഹു അവിടുത്തെ ജനാസ നമസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുപ്പിച്ചത്. ഒരു വേള വൈലത്തൂർ തങ്ങളുപ്പാപ്പ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഞാൻ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് സുൽത്താനുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മരണപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തിനെന്നാൽ അവിടുത്തെ ഒരു ദുആഇന് വേണ്ടി ഈ വൈലത്തൂരിനെ നീയൊന്ന് പുറത്തു കൊടുക്കണേ എന്ന് ഉസ്താദ് അവർകൾ ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് മഗ്ഫിറത്തുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ. അത്രമാത്രം വലിയ ലോകോത്തര പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലായിട്ടുള്ള ജനാസ നിസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ബദർ സാദാത്ത് ഖലീൽ തങ്ങൾ പാപ്പയുടെ മരണശേഷമുള്ളൊരു വോയിസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പിടക്കുന്ന ഹൃദയങ്ങളോടെ തൻ്റെ അരുമ സഹപ്രവർത്തകന്, തൻ്റെ സ്നേഹിതന്
ഉസ്താദ് അവറുകൾ ദുആ ചെയ്യുന്ന, അവിടത്തേക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറയുന്ന വാക്കുകൾ, അവരുടെയൊക്കെ ഹൃദയങ്ങൾ അത്രമാത്രം നൊമ്പരപ്പെട്ടുകൊണ്ട് അസ്ലം ഉസ്താദിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് വരുന്ന തൻ്റെ ശിഷ്യഗണങ്ങൾ, ആ ശിഷ്യഗണങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബാദികൾ, ഒരുപാട് ദീനിൻ്റെ ഖാദിമീങ്ങൾ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ തീർച്ചയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് റഹ്മത്തിൻ്റെ നോട്ടമുണ്ടാകും. അള്ളാഹു അവിടുത്തെ ബർസഖി ലോകം ആനന്ദകരമാക്കി കൊടുക്കട്ടെ. നമുക്കും ആ വഴിയെ മടങ്ങുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി മടങ്ങാൻ കഴിയണം. ഇതുപോലെ ഒരുപാട് ആളുകൾ, അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ച മനുഷ്യർ നമുക്ക് വേണ്ടിയിട്ട് കരങ്ങൾ ഉയർത്തി കണ്ണുകളിൽ നിന്ന് ചാലിട്ടൊഴുകുന്ന കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനുണ്ടാകണം. അത്തരത്തിലുള്ള ജീവിത പരിസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ നമുക്കും കഴിയണം. അള്ളാഹു ഉസ്താദിൻ്റെ ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ. അവിടുത്തെ കുടുംബാദികൾക്ക്, സ്നേഹജനങ്ങൾക്ക് എല്ലാം അള്ളാഹു വലിയ ക്ഷമയും വലിയ പ്രതിഫലവും നൽകട്ടെ. നമുക്കും അള്ളാഹു ജീവിതങ്ങളിൽ ഇരുലോക വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.